മാജിക് അവനിൽ നമ്മൾ പലതരം വിഭവങ്ങൾ പരീക്ഷിക്കാറുണ്ട്. വലുതും ചെറുതും സിമ്പിളായിട്ടുള്ളതും പിന്നെ നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ അങ്ങനത്തെയൊക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ആദ്യം ഒരു സ്വീറ്റാണ്. പക്ഷേ ഈ സ്വീറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പണ്ടത്തെ കാലത്താണെങ്കിൽ ഹൽവ എന്ന് പറയുമ്പോൾ ട്രഡീഷണൽ ആയിട്ടുള്ളൊരു പ്രത്യേകതരം ഹൽവ മാത്രമേ ഉണ്ടാവാറുള്ളൂ. അതായത് ഗോതമ്പ് ഹൽവ, അതല്ലെങ്കിൽ അരിയിലുള്ള ഹൽവ, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ മൈദാമാവിലെ ഹൽവ വരുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യാസമായിട്ട് ഒരുപാട് അല്ലാത്ത കോൺഫ്ലവറൊക്കെ ചേർത്തുണ്ടാക്കുന്ന നാച്ചുറലായിട്ട് നമുക്ക് വീട്ടിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ഹൽവ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരുപാട് നേരം ഇളക്കി ഉണ്ടാക്കുന്ന ആ പ്രോസസ്സിൽ നിന്നൊക്കെ മാറ്റം വന്നിട്ട് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഹൽവാസ് ഇഷ്ടം പോലെ നമുക്കിപ്പോൾ ഉണ്ടാക്കാൻ സാധിക്കും. ആ കൂട്ടത്തിലൊന്നാണ് ഇന്നിപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അതായത് നമ്മുടെ കേരളത്തിൻ്റെ തനതായ സ്വാദ് കിട്ടുന്ന ഒരു കോക്കനട്ട് ഹൽവ. ഇത് തേങ്ങാപ്പാലിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. തേങ്ങാപ്പാൽ രണ്ടാം പാലിൻ്റെ അയവിലെടുത്തത് 2 കപ്പ്, പഞ്ചസാര 3/4 കപ്പ്, കോൺഫ്ലവർ 4 ടേബിൾ സ്പൂൺ, വെള്ളം, കോൺഫ്ലവർ കലക്കാനായിട്ട് 1/2 കപ്പ്, ഏലക്ക പൊടിച്ചത് 1 ടീസ്പൂൺ, മിൽക്കി മിസ്റ്റിൻ്റെ നെയ്യ് 2 ടേബിൾ സ്പൂൺ മുതൽ 3 ടേബിൾ സ്പൂൺ വരെ ആകാം. അണ്ടിപ്പരിപ്പ് 25 ഗ്രാം മുതൽ 50 ഗ്രാം വരെ ആകാം. അപ്പോൾ നമുക്ക് കോക്കനട്ട് ഹൽവ തയ്യാറാക്കാം. ശരിക്കും തേങ്ങാപ്പാൽ ഉപയോഗിച്ചിട്ട് പലതരം ട്രഡീഷണൽ ആയിട്ടുള്ള ഹൽവാസിലുമൊക്കെ മസ്കൂത്ത് ഹൽവയിലൊക്കെ ശരിക്കും പറഞ്ഞാൽ തേങ്ങാപ്പാലിലാണ് ചെയ്യുന്നത്. പക്ഷേ അതിൽ കോൺഫ്ലവർ അല്ല. ഇത് ഭയങ്കര ഈസിയാണ്. കോൺഫ്ലവർ ഹൽവാസ് എല്ലാം ഭയങ്കര ഈസിയാണ്. നോർത്ത് ഇന്ത്യയിൽ പലതരം ഹൽവാസ് കോൺഫ്ലവറിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഞാൻ 2 കപ്പ് തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു രണ്ടാം പാലിൻ്റെ അയവിൽ മതി, ഒന്നാം പാലിൻ്റെ അയവ് വേണമെന്നില്ല. ഇതിപ്പോൾ ഒരു 4 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, ഒരു 1/2 കപ്പ് വെള്ളത്തിൽ ഒന്ന് കലക്കി എടുക്കാം. അപ്പോൾ ഹൽവ ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഈ കാര്യങ്ങൾ ചെയ്തിട്ട് തുടങ്ങാം. കുറച്ച് നെയ്യൊക്കെ വേണം. ആ നെയ്ക്ക് നമ്മൾ മിൽക്കി മിസ്റ്റിൻ്റെ കൗഗി, പ്യുവർ കൗഗിയാണ് ഉപയോഗിക്കാൻ പോകുന്നത്. നല്ല ചുവട് കട്ടിയുള്ള ഒരു ഉരുളിയോ പാത്രമോ നോൺ സ്റ്റിക്കോ എന്താണെങ്കിലും കുഴപ്പമില്ല. നമ്മൾ പാത്രം ഇവിടെ റെഡി. ഇനി ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിക്കുന്നു. 2 കപ്പ് കറക്റ്റ് ആണെന്നതാണ് രണ്ടാം പാലിൻ്റെ അയവിൽ. അപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ച് അടുപ്പ് കത്തിച്ചു. അപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ചതിൻ്റെ കൂടെ തന്നെ നമ്മൾ കോൺഫ്ലവർ കലക്കിയതും ഒഴിക്കണം. അപ്പോൾ കോൺഫ്ലവർ കലക്കിയതും കൂടി ഒഴിക്കാം. ഒരേ ടെമ്പറേച്ചറിൽ തേങ്ങാപ്പാലും കോൺഫ്ലവറും ഒരേ ടെമ്പറേച്ചറിലായതുകൊണ്ട് പെട്ടെന്ന് കട്ടിയാവില്ല. ഇത് രണ്ടും കൂടി ചൂടായി നല്ല തിളയ്ക്കാറായി വരുമ്പോഴാണ് കോൺഫ്ലവറിൻ്റെ ആ ഇഫക്റ്റ് കിട്ടുന്നത്. അപ്പോൾ അതുവരെ ഇങ്ങനെ ജസ്റ്റ് ഇത് പെട്ടെന്നാകും, ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്നാൽ മതി. പിന്നെ ഇപ്പുറത്തെ അടുപ്പിൽ ഞാൻ ഒരു കാര്യം കൂടി വെച്ചിട്ടുണ്ട്. നമ്മളൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നെയ്യ് എടുക്കാം. ഒരു ടേബിൾ സ്പൂൺ നെയ്യ്, 1.5 ടേബിൾ സ്പൂൺ വരെ എടുക്കാം. ഒന്ന് ഉരുകട്ടെ. അതിലേക്ക് അണ്ടിപ്പരിപ്പൊന്ന് വറുത്ത് വയ്ക്കും. അത് ലാസ്റ്റ് ഇതിലേക്ക് ചേർക്കാനാണ്. നോക്കിക്കോളൂ, പെട്ടെന്നാകും. ഇതൊന്ന് തിളയ്ക്കുമ്പോൾ തന്നെ ഇത് സെറ്റാകും. അതേ നോക്കൂ, ചൂടായി വരുന്നു. അതിനനുസരിച്ച് ഇതിങ്ങനെ കട്ടിയായി തുടങ്ങുന്നു. കാണാമല്ലോ, അതെ ഇങ്ങനെ വരുന്നു. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നമ്മളിതിലേക്ക് പഞ്ചസാരയും കൂടി ചേർക്കാം. മധുരം ആ മധുരം ഞാനിപ്പോൾ ഇതൊരു 3/4 കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. അതിന് പകരം 1 കപ്പ് വരെ ആകാം. 1 കപ്പ് എന്ന് പറഞ്ഞാൽ നല്ല സ്വീറ്റ് ആയിരിക്കും കേട്ടോ. അത്രയും സ്വീറ്റ് ടോളറൻസ് ഇല്ലാത്തവർക്ക് ഒരു 3/4 ആയാലും മതി. ഇനി പഞ്ചസാര ചേർത്തു. പഞ്ചസാരയും കൂടി കിടന്നിട്ട് ജസ്റ്റ് ടൈറ്റായി വരുന്ന നോക്കി. ഇനി പഞ്ചസാര അലിയണമല്ലോ, അലിഞ്ഞ് ഒന്നുകൂടി ഒന്ന് ലൂസാകും. എന്നിട്ട് പിന്നെയും ടൈറ്റാകും. ഇനി ഇതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടി ചേർക്കാം. 1/2 മുതൽ 1 ടീസ്പൂൺ വരെ ആകാം. ഇങ്ങനെ ടൈറ്റായി വന്ന് തുടങ്ങുമ്പോൾ നല്ലൊരു വൈറ്റ് കളറാണ്. ഇനി ഇച്ചിരി കൂടെ ഒന്ന് ട്രാൻസ്പാരൻ്റ് ആകും കുറച്ചുകൂടി. അപ്പോൾ തേങ്ങാപ്പാൽ ഒരു രണ്ടാം പാലിൻ്റെ അയവിലെടുത്താലും മതി, കുഴപ്പമില്ല. ഇനി ഈ ഒരു സ്റ്റേജിൽ ഇച്ചിരി നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ മിൽക്കി മിസ്റ്റിൻ്റെ പ്യുവർ കൗഗിയാണ്. ഇപ്പോൾ 2-2.5 ടീസ്പൂൺ ചേർത്ത്. ഇപ്പുറത്തെ അടുപ്പിൽ നെയ്യ് ചൂടായി. ഇനി അതിലേക്ക് എത്ര അണ്ടിപ്പരിപ്പ് വേണമെങ്കിലും ആകാം. ഞാനിപ്പോൾ ഇച്ചിരി കൂടുതൽ ഇടാൻ പോവാണ്, ഒരു 50 ഗ്രാം. ഹൽവയിൽ 2.5 ടീസ്പൂൺ നിറച്ച് നെയ്യ് ചേർത്തിരുന്നു. ഇത് നോക്കിയേ ഇങ്ങനെ വരുന്നത്. ഞാൻ ഇപ്പോൾ ഇച്ചിരി തീ കുറച്ചിട്ടിരിക്കുവാണ്. ഇതിലിപ്പോൾ ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂൺ നെയ്യിൽ അണ്ടിപ്പരിപ്പ് ഇങ്ങനെ വറുത്ത ആ നെയ്യോട് കൂടിയാണ് ഇനി ഇതിലേക്ക് ഒഴിക്കാൻ പോകുന്നത്. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കാം. അപ്പോൾ രണ്ടും കൂടി ചേർത്ത് ഏകദേശം ഒരു
3 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്തിട്ടുണ്ട്. അത്രയും വേണമെന്നില്ല, അതിനെക്കാട്ടി കുറച്ചും അളവ് കുറച്ച് കൊണ്ടുവരാമല്ലോ വേണമെങ്കിൽ. നെയ്യ് വേണമെങ്കിൽ ഇപ്പോൾ ഞാൻ ഒരു 3 ടീസ്പൂൺ ചേർക്കുന്നു, അല്ലെങ്കിൽ 2.5, നിങ്ങളൊരു 1.5 ടീസ്പൂണിലും ചെയ്യാം. അപ്പോൾ ടോട്ടലായിട്ടൊരു 1.5 ടേബിൾ സ്പൂൺ നെയ്യിലും ചെയ്യാം. പക്ഷേ നെയ്യ് കൂടുന്നതിനനുസരിച്ച് സ്വാദ് കൂടും. ഓക്കെ, ആയി കഴിഞ്ഞു. തീ വീണ്ടും ഞാൻ കൂട്ടി പാത്രത്തിൽ നിന്നെല്ലാം ഇങ്ങനെ വിട്ട് വരുന്ന രീതിയിൽ ഇളകി വരും. കാണുന്നുണ്ടല്ലോ. അങ്ങനെ നമ്മുടെ കോക്കനട്ട് ഹൽവ ഈസ് റെഡി. നല്ല സുന്ദരിയായ വൈറ്റ് ഹൽവ. ഇത് നല്ല കുറച്ച് രണ്ടാം പാലിൻ്റെ അയവാണെങ്കിലും കുറച്ച്, ഇപ്പം നമ്മൾ കോക്കനട്ട് മിൽക്ക് പൗഡർ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ കുറച്ചുകൂടി വൈറ്റ് ആയിരിക്കും. ഇതുപോലെ അല്ലാതെ തേങ്ങാപ്പാലിൽ തന്നെ നമ്മൾ രണ്ടാം പാലിൽ ചെയ്യുകയാണെങ്കിൽ ഇത്ര വൈറ്റ് ആയിരിക്കില്ല, കുറച്ചുകൂടെ ലൈറ്റർ ഷെയ്ഡിൽ കിട്ടും. ഇതിപ്പോൾ ഞാൻ കോക്കനട്ട് മിൽക്ക് പൗഡർ ഉപയോഗിച്ചിട്ടുള്ള തേങ്ങാപ്പാലാണ് ഉപയോഗിച്ചത്. ഇത്രയും വൈറ്റ് കളർ വരും. കഴിഞ്ഞു. ഇനി നമ്മളിത് പാത്രത്തിലേക്ക്, ഒരു പാത്രത്തിൽ ഏതിലാണോ നമ്മൾ ഹൽവ വയ്ക്കുന്നത് അതിലേക്ക് മാറ്റാം. അങ്ങനെ എളുപ്പത്തിൽ തന്നെ ഒരു കോക്കനട്ട് ഹൽവ ഇവിടെ റെഡിയായി കഴിഞ്ഞത്. നോക്കിയാൽ ഇതങ്ങനെ എന്താ പറയുക, ഇങ്ങനെ സോഫ്റ്റ് ആൻഡ്, ഇത് ചെറിയ ചൂടോടുകൂടി കഴിക്കുകയാണെങ്കിൽ ഇങ്ങനെ കോരി കഴിക്കാം കേട്ടോ. ഒന്ന് സെറ്റായി കഴിഞ്ഞാൽ ഉറയ്ക്കുകയും ചെയ്യും. ഉറയ്ക്കുകയെന്ന് വെച്ചാൽ ഭയങ്കര ഹാർഡായിരിക്കില്ല, എന്നാലും ഒരു നല്ലൊരു കഞ്ഞിവെള്ളമൊക്കെ സെറ്റാകുന്ന ഒരു മോഡലിൽ ഉണ്ടാവും. നല്ല ഇങ്ങനെ മൂവിങ് ടൈപ്പ് ഒരു എന്താ പറയണ്ടേ, ഇങ്ങനൊരു നമ്മളിങ്ങനെ ഷേക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ആവില്ല, ആ ഒരു പാറ്റേണിൽ കിട്ടും സെറ്റാകുമ്പോൾ. ഒരു ചെറു ചൂടോടുകൂടി ഇങ്ങനെ സ്കൂപ്പ് ചെയ്ത് കഴിക്കുന്നത് ഭയങ്കര സ്വാദായിരിക്കും. ഇപ്പം നിങ്ങൾ കണ്ടത് ഇതാണ്, ഈ ഒരു ഹൽവയാണ് ഞാൻ ഉണ്ടാക്കിയത്. നല്ല വൈറ്റാണ്, ഒരു മിൽക്കി വൈറ്റ്. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത് കോക്കനട്ട് മിൽക്ക് പൗഡർ ഉപയോഗിച്ചിട്ടുണ്ടാക്കിയ തേങ്ങാപ്പാൽ ഉണ്ടാക്കിയതാണ്. ഇത് നമ്മളുടെ ഒറിജിനൽ തേങ്ങയിൽ ഉണ്ടാക്കിയതാണ്, ഞാൻ നേരത്തെ ഉണ്ടാക്കിയതാണ്. തേങ്ങ ചിരകി തേങ്ങാപ്പാലെടുത്ത്. അപ്പോൾ കളർ ഡിഫറൻസ് ഉണ്ട്, ചെറിയ രീതിയിൽ, വളരെ ചെറിയ മൈന്യൂട്ടാണ്. മാത്രമല്ല ഇതിൽ മധുരം ഞാൻ കൂടുതലും ചേർത്തിട്ടുണ്ട്. ഇത് ഞാൻ 1 കപ്പ് പഞ്ചസാര ചേർത്ത്, ഇത് 3/4 കപ്പ് പഞ്ചസാര, ആ വ്യത്യാസമുണ്ട്. അപ്പോൾ ഇതിൻ്റെ കളർ ലൈറ്റ്ലി ഡിഫറെൻറ്റ്. പിന്നെ ഇത് കാണിച്ചു തരാം. സെറ്റായി കഴിഞ്ഞപ്പോൾ ഇതിങ്ങനെ നമുക്ക് ഇളക്കിയെടുക്കാൻ പറ്റും. കണ്ടോ, ഈ ഒരു ടെക്സ്ചറിലേക്ക് മാറും. നമ്മളൊരു പ്ലേറ്റിലേക്ക് ഞാൻ ഡീമോൾഡ് ചെയ്ത് കാണിക്കാം. അധികം നേരം ആയിട്ടില്ല ഞാൻ വെച്ചിട്ട്, ഇതിപ്പോൾ ഒന്ന് സെറ്റായി വരുന്നതാണ്. കണ്ടോ, ഈ ഒരു ടെക്സ്ചറിലാണ് വരുന്നത്. നമുക്കത് കട്ട് ചെയ്തെടുക്കാം. നല്ല ഇങ്ങനെ വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന രീതി. ഇത് നോക്കിയേ, ചെറിയൊരു എന്താ പറയുക, കിണ്ണത്തപ്പം പോലെയെന്നോ അല്ലെങ്കിൽ ആ ഒരു പാറ്റേണിൽ കിട്ടും. ഭയങ്കര ടേസ്റ്റായിരിക്കും. കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, വായിലിട്ടാൽ അലിഞ്ഞു പോകും. അത്രയും സോഫ്റ്റാണ്, ടു സോഫ്റ്റ്, അലിഞ്ഞു പോകുന്ന. പെർഫെക്റ്റായിട്ട് ചെയ്യാം. ആർക്ക് വേണമെങ്കിലും ഇതേ മെഷർമെൻറ്റ്സ് ഇങ്ങനെ തന്നെ ഫോളോ ചെയ്താൽ മതി, പെർഫെക്റ്റായിട്ട് കിട്ടും. ഇതിൽ ഞാൻ അണ്ടിപ്പരിപ്പൊന്നും ഇട്ടിട്ടില്ല. ഇത് ഞാനൊരു ജസ്റ്റ് ആദ്യം 2 രീതിയിൽ ചെയ്ത് നോക്കാൻ വേണ്ടി ആദ്യത്തെ ഒരു ട്രയലാണിത്. പക്ഷേ അത് ഇങ്ങനെ വരും. ഓക്കെ, ഇതാണ് നമ്മളിപ്പോൾ ചെയ്തത്. നല്ല ഇച്ചിരി ഒന്ന് ഇരിക്കുന്ന കഴിയുമ്പോൾ ഇതുപോലെ സൈഡിൽ നിന്നൊക്കെ നമുക്ക് ഇങ്ങനെ ഇറക്കിയിട്ട് ഡീമോൾഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമല്ലോ അല്ലേ? അപ്പോൾ നിങ്ങളും തയ്യാറാക്കി നോക്കുക. വളരെ ടേസ്റ്റി ആയിട്ട് വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ഇങ്ങനത്തെ ഒരു കോക്കനട്ട് ഹൽവ കഴിക്കാൻ ശരിക്കും നമുക്ക് കൊതിയാകും. ഇത് ഒരു നല്ലൊരു കിണ്ണത്തപ്പം വേറൊരു സ്റ്റൈലിൽ നമ്മൾ ചെയ്യുന്ന പോലെ ഉണ്ടാവും. ഭയങ്കര നല്ലതാണ്. തീർച്ചയായിട്ടും പരീക്ഷിക്കുക, എല്ലാവർക്കും ഇഷ്ടം. ഇനി അടുത്തതായി മാജിക് അവൻ്റെ സെക്കൻഡ് റെസിപ്പി ഓഫ് ദ വീക്ക്. ഈ ആഴ്ചത്തെ സെക്കൻഡ് റെസിപ്പി ഒരു ട്രഡീഷണൽ വിഭവമാണ്. ഇതെനിക്ക് തോന്നുന്നു പല വീടുകളിലും 4 മണി പലഹാരമായിട്ടൊക്കെ ആൾക്കാർ ഉണ്ടാക്കുന്ന കാര്യമാണ്. ഒരു പഴയകാല പലഹാരം. തമുക്കെന്നാണ് ഇതിൻ്റെ പേര്. തമുക്കെന്ന് പറഞ്ഞാൽ പലർക്കും അറിയാൻ പറ്റും. കാര്യം ഇത് സിറിയാനി ക്രിസ്ത്യാനികളുടെയൊക്കെ ഒരു പ്രത്യേക പലഹാരമാണ്, അവരുടെ ട്രഡീഷണലായിട്ട്. മാത്രമല്ല പള്ളികളിലൊക്കെ ഈ പെരുന്നാൾ സമയത്തൊക്കെ ഇതൊരു നേർച്ചയായിട്ടും ചെയ്ത് എല്ലാവർക്കും കൊടുക്കാറുമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വളരെ വിശേഷപ്പെട്ട ഒരു കാര്യമാണ്. അതേസമയം ഇതൊരു 4 മണി പലഹാരമായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കി ഇഷ്ടപ്പെട്ട് കഴിക്കാൻ പറ്റിയൊരു കാര്യമാണ്. അപ്പോൾ തമുക്ക്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. തമുക്ക് ചേരുവകൾ: ചമ്പാവരി അല്ലെങ്കിൽ ഏതെങ്കിലും തരം ബോയിൽഡ് റൈസ് 1 കപ്പ്, ശർക്കര പൊടിച്ചത് 1/2 കപ്പ്, പാളയംകോടൻ പഴം 4 എണ്ണം, ഏലക്ക പൊടിച്ചത് 1 ടീസ്പൂൺ. അപ്പം നമുക്കിനി തമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. അതിന് പ്രധാനമായിട്ട് വേണ്ടത് ഇത് 1 കപ്പ് ചമ്പാവരി. ഓക്കെ, ബോയിൽഡ് റൈസാണ്. ഇത് കഴുകി ഉണക്കി വെച്ചതാണ്.
ഇതെടുക്കാം 1 കപ്പ്. എന്നിട്ട് ഇത് നന്നായിട്ട് നമ്മൾ അരി വറുത്ത് കഴിക്കില്ലേ, അരി വറുത്ത് അവലോസ് പൊടി പോലെയൊക്കെ ഉണ്ടാക്കി കഴിക്കാറില്ലേ, അതുപോലെ തന്നെയാണ്, വലിയ മാറ്റമൊന്നുമില്ല. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. പിന്നെ അരി ഇങ്ങനെ പൊട്ടി പൊട്ടി വരുന്ന പോലെ ആകുമല്ലോ, അന്നേരം നല്ലതായിട്ട് വറുത്തെടുത്തിട്ട് നന്നായിട്ട് പൊടിക്കണം. അപ്പോൾ ആദ്യത്തെ വറുക്കൽ പ്രോസസ്സിലേക്ക് കടന്നിരിക്കുകയാണ്. ഇത് നടക്കട്ടെ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് സ്റ്റേജിൽ കാണാം ഇത് വറുത്തിങ്ങനെ വരുന്നു, ആ ഒരു എത്രത്തോളം വറുക്കണമെന്ന് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഈ രീതിയിലാണ് നമ്മൾ വറുത്തെടുക്കേണ്ടത്. കണ്ടല്ലോ, ഇത് കഴിഞ്ഞു. ഇനി തീ ഓഫ് ചെയ്തിട്ടിട്ട് ഇതൊന്ന് അല്പം ഒന്ന് തണുത്ത് കഴിഞ്ഞിട്ട് പൊടിച്ചെടുക്കാം. പൊടിച്ച് കഴിഞ്ഞിട്ടാണ് ബാക്കി കാര്യങ്ങൾ. അപ്പോൾ അതൊരു വെയിറ്റ് ചെയ്യാം. അരി വറുത്തത് അല്പം തണുത്തു, നന്നായിട്ട് ഒരു വിധം തണുത്തിട്ട് ഞാൻ മിക്സിയുടെ ജാറിൽ വെച്ചിട്ട് പൊടിച്ചെടുത്തു. ഇതാണ് പാകം, നന്നായിട്ട് ഫൈനായിട്ട് പൊടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കുണ്ടാക്കിയാലോ. വേറെ ഒരുപാടുമില്ല, നമുക്കെന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അരി പൊടിച്ചതെടുത്തു. ഇനി ഇതിനകത്തേക്ക് 2-3 സാധനങ്ങൾ വെച്ചിട്ട് മിക്സ് ചെയ്യാം. ഇനി കുറച്ചുകൂടെ വലിയ പാത്രത്തിലേക്ക് മാറ്റുന്നു അരി പൊടിച്ചത്, അരി വറുത്ത് പൊടിച്ചത്. ഇനി ഇതിനകത്തേക്ക് ഏകദേശം ഒരു 1/2 കപ്പ് ശർക്കരപ്പൊടി, ഒരു 3/4 കപ്പ് തേങ്ങാ ചിരകിയത്, ഇത്രയും കാര്യങ്ങളും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതാണ് എളുപ്പമുള്ള മിക്സിങ്. എന്ത് എളുപ്പമല്ലേ. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടി ചേർക്കാം. ഇത് ഭയങ്കര രസമല്ലേ, നമുക്ക് 4 മണി പലഹാരമായിട്ടൊക്കെ പണ്ടേ വീടുകളിലൊക്കെ ഇങ്ങനെ ഉണ്ടാക്കാറില്ലേ. ഇത് അങ്ങനത്തെ ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ഇതൊരു ട്രഡീഷണൽ പലഹാരമാണ്. തമുക്കെന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞല്ലോ, സിറിയൻ ക്രിസ്ത്യൻ ഫാമിലീസിലൊക്കെ പിന്നെ പള്ളികളിലും ഒക്കെ നേർച്ച ആ പെരുന്നാൾ സമയത്തൊക്കെ ഇത് ഉണ്ടാക്കാറുണ്ട്. അങ്ങനത്തെ അത്രയും ഫേമസ് ആണ് തമുക്ക്. ഇതിങ്ങനെ തന്നെ വെറുതെ കഴിക്കാനും നല്ലതാണ്. പക്ഷേ ഇതിനെ കുറച്ചുകൂടി സ്വാദാകും ഇതിൻ്റെ ഫൈനൽ സ്റ്റേജ് ആകുമ്പോൾ. ഇപ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് വെച്ച കാര്യങ്ങൾ, നല്ല മിക്സിങ് വേണം കേട്ടോ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. പഞ്ചസാര അല്ല, നമ്മൾ ശർക്കരയാണ് ഉപയോഗിച്ചത്, ശർക്കരപ്പൊടി. ഇനി ഇതിൻ്റെ മുകളിലായിട്ടാണ് പഴം ഏത് പഴം വേണമെങ്കിലും ആകാം. ഞാനിവിടെ പാളയംകോടൻ പഴമാണ് ഉപയോഗിക്കുന്നത്. രസകദളി, അതായത് ഞാലിപ്പൂവൻ, രസകദളി എന്താണെങ്കിലും കുഴപ്പമില്ല. ഇങ്ങനെ പഴവും കൂടി ഇതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ അരിഞ്ഞ് വയ്ക്കും. കാണിച്ചു റൗണ്ട് പീസസ്. എത്രയാണോ ഈ അരിയുടെ പൊടി കാര്യങ്ങളെല്ലാം വരുന്നത് അതിന് അനുപാതമായിട്ട് പഴം ചേർക്കുക, അത്രേ ഉള്ളൂ. ഞാനിപ്പോൾ ഇവിടെ കുറേ പഴമുണ്ട്, ആവശ്യത്തിന് ചേർക്കരുത്. 4 എണ്ണം ചേർക്കട്ടെ. ഇതിപ്പോൾ 2 എണ്ണമായി. 3 ആയാലും മതി. പക്ഷേ എനിക്ക് കുറച്ച് കൂടുതൽ ഇഷ്ടമാണ് പഴം ഇതിൻ്റെ കോമ്പിനേഷൻ. അതുകൊണ്ട് ഞാൻ ഇച്ചിരി കൂടുതൽ ചേർക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും ക്വാണ്ടിറ്റിയിൽ പഴം എടുത്തിട്ടുള്ളൂ. റിയൽ ആയിട്ടുള്ള ഒരു നമുക്കിനി ഇനി കഴിക്കുന്ന സമയത്ത് ഇങ്ങനെ ഇളക്കിയാണ് കഴിക്കുന്നത്. അപ്പോൾ തമുക്കിൻ്റെ ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, ഇത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്യും. ആ പഴവും ഈ പൊടികളും എല്ലാം കൂടി മിക്സ് ചെയ്ത് വരുമ്പോൾ അത് മറ്റൊരു ലെവലാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റുള്ളൊരു വിഭവമാണ് ഇത്. കുട്ടികൾക്കെല്ലാം വെറുതെ 4 മണിക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ കാര്യമാണ്. സ്കൂളിൽ നിന്ന് വരുമ്പോൾ അല്ലെങ്കിൽ കോളേജിൽ നിന്ന് വരുമ്പോൾ എല്ലാം നല്ല സൂപ്പർബ് ഐറ്റാണ്. അങ്ങനെ നമ്മുടെ തമുക്കിൻ്റെ ഫൈനൽ ഫോം ഇതാണ്. അങ്ങനെ തമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ പലഹാരമാണ്. അപ്പോൾ തീർച്ചയായിട്ടും പരീക്ഷിക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും. ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ച 2 വിഭവങ്ങളും എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. ആദ്യം കാണിച്ചതൊരു സിമ്പിൾ ആൻഡ് ഈസി ഹൽവയാണ്, കോക്കനട്ട് ഹൽവ. നമ്മുടെ തന്നെ ഈ നാടൻ ടേസ്റ്റ് കിട്ടുന്ന തേങ്ങാപ്പാലൊക്കെ ചേർത്ത് ആഹാ എന്താ ടേസ്റ്റ് അറിയാം. രണ്ടാമത് കാണിച്ചത് ഈ തമുക്ക് തന്നെയാണ്. അപ്പോൾ ഈ 2 വിഭവങ്ങളും പരീക്ഷിക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും പുതിയ വിഭവങ്ങളുമായി മാജിക് കമന്റിലൂടെ കാണാം.